ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. നമ്മളിൽ പലർക്കും സിഐയുടെ, മൊസാഡിന്റെ, റോയുടെയൊക്കെ ചാരപ്രവൃത്തികളെ പറ്റി കേൾക്കാനായിട്ട് വളരെയധികം താല്പര്യമുണ്ടാവും. ലോകത്തെ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള സ്പൈ ഏജന്റുമാര് പല ഏജൻസിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ പലരും അറിയാത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിനെ വരെ ഞെട്ടിച്ച ഒരു വനിതാ സ്പൈ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വന്തം മാതാപിതാക്കള് രാജാമണി എന്ന പേര് നൽകിയ, പിന്നീട് സുഭാഷ് ചന്ദ്ര ബോസ് അവർകള് സരസ്വതി എന്ന പേര് കൂടെ ചേർത്ത് നൽകിയ സരസ്വതി രാജാമണി എന്ന് പറയുന്ന ഇന്ത്യയുടെ വനിതാ സ്പൈയെ പറ്റിയിട്ടാണ്. ജപ്പാൻ എംപററുടെ മെഡൽ പോലും സ്വന്തമാക്കിയ ഈ ഒരു വനിതാ സ്പൈയെ പറ്റിയും അവരുടെ ജീവിത കഥയെ പറ്റിയുമാണ് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ആയിരത്തി 1927 ഇന്നത്തെ മ്യാൻമാറിന്റെ ഭാഗമായിട്ടുള്ള ബർമയിലാണ് ശ്രീമതി രാജാമണി അവർകൾ ജനിക്കുന്നത്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. അതായത് ഇവരുടെ അച്ഛന് സ്വന്തമായിട്ട് തന്നെ സ്വർണ്ണ ഖനി വരെ ഉണ്ടായിരുന്നു. ഇവര് പിന്നീട് ഇന്ത്യയിൽ ഈ ഒരു ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് മ്യാൻമാറിലോട്ട് മാറുകയും അവിടെ അവരുടെ ഒരു സ്വർണ്ണ ഖനി സ്ഥാപിക്കുകയും അതിൻ്റെ ഒരു വർക്കിംഗ് എല്ലാമായിട്ട് വളരെ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലി ആയിട്ടായിരുന്നു ഇവർ ജീവിച്ചു പോകുന്നത്. രാജാമണി അവരുടെ മാതാപിതാക്കൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അതിയുറ്റ ഒരു രാജ്യസ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. ഇവര് മ്യാൻമാറിൽ കഴിയുന്ന സമയത്തായിരുന്നു മഹാത്മാഗാന്ധിജി അവർകൾ മ്യാൻമാറിലോട്ട് ഒരു വിസിറ്റ് നടത്തുന്നത്. സോ അന്നത്തെ ബർമയിൽ ഇവരെത്തിയ സമയത്ത് റംഗൂൺ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇവരുടെ വീടുള്ളത്. അവിടേക്കും ഗാന്ധിജി വിസിറ്റ് ചെയ്യുകയാണ്. സോ ഗാന്ധിജി അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി തോക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. കാരണം ഒരു ചെറിയൊരു കുട്ടി തോക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബലൂണൊക്കെ ഇങ്ങനെ വെടിവെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഗാന്ധിജി ആ കുട്ടിയുടെ അടുത്തോട്ട് പോകുന്നു. പോയിട്ട് കുട്ടിയോട് ചോദിക്കുന്നു, എന്തിനാ മോളെ തോക്ക് കൊണ്ട് കളിക്കുന്നത്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നു, നമ്മുടെ ഇന്ത്യയെ കൊള്ളയടിച്ചത് ബ്രിട്ടീഷുകാരാണ്, ഈ തോക്ക് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ കൊല്ലണമെന്ന് ഗാന്ധിജിയോട് പറയുന്നു. ഗാന്ധിജി ആ കുട്ടിയെ ഉപദേശിക്കുകയാണ്. അതായത് നമ്മൾ ഹിംസാമാർഗം പിന്തുടരാൻ പാടില്ല, അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഉപദേശിക്കുന്നു. പക്ഷെ ആ കുട്ടി അത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ആ കുട്ടി വീണ്ടും അതേ ഡയലോഗ് തന്നെ ഗാന്ധിജിയോട് പറയുകയാണ്. അതായത് നമ്മുടെ വീട് ഒരു കൊള്ളക്കാരൻ കൊള്ളയടിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊള്ളക്കാരനെ കൊല്ലാനായിട്ടുള്ള ദേഷ്യം വരും. അതേപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാരെ കൊല്ലാനായിട്ട് എനിക്കും ദേഷ്യം വരുന്നതെന്ന് ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഗാന്ധിജിയോട് പറയുന്നു. പിന്നീട് ഗാന്ധിജി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ കുട്ടി കുറെ വർഷമായിട്ട് തന്നെ ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മനോഭാവം സ്വന്തം മനസ്സിൽ വളർത്തിയെടുക്കുകയാണ്. പിന്നീട് ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം എന്ന ആവശ്യം വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് വേൾഡ് വാർ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2ാം ലോകമായുധ സമയത്ത് ബ്രിട്ടന് എതിരായിട്ട് ജപ്പാന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ ആർമിയെ രൂപീകരിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്ര ബോസ് നിലകൊള്ളുകയാണ്. സോ സുഭാഷ് ചന്ദ്ര ബോസ് അവർ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച ശേഷം അതിൻ്റെ ഒരു പ്രചാരണ ആവശ്യത്തിനായിട്ട് പല സ്ഥലങ്ങളിലോട്ടും പോവുകയാണ്. അങ്ങനെ ഇദ്ദേഹം ബർമയിലോട്ടും ഒരു വിസിറ്റ് നടത്തുകയാണ്. ബർമയിൽ ഈ ഒരു കുട്ടിയുടെ വീട്ടിന് സമീപത്തായിട്ട് വലിയൊരു പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. ഈ കുട്ടിയും ആ പ്രസംഗം നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഈ പ്രസംഗത്തിന് ശേഷം സുഭാഷ് ചന്ദ്ര ബോസ് അവർ അവിടെയുള്ള കാണികളോട് എന്തെങ്കിലും തരത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ അവരുടെ കയ്യിലുള്ള കാശും അവർക്ക് നൽകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്ന ഒരു പിരിവിൽ നൽകുന്നു. ഈ ഒരു കുട്ടിയുടെ സമീപത്തോട്ട് ആ ഒരു പിരിവ് നടത്തുന്ന ആൾ എത്തുമ്പോൾ ഈ കുട്ടി ഉടനടി തന്നെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന വളയും കഴുത്തിലെ മാലയും കമ്മലും എല്ലാം ഊരി കൊടുക്കുകയാണ്. മൊത്തം സ്വന്തം ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും ആ ഒരു പിരിവില് നൽകുകയാണ്. പിന്നീട് സുഭാഷ് ചന്ദ്ര ബോസ് ഇത് അറിയുന്നു. കാരണം ഇത്രയും ഒരു വലിയൊരു സംഭാവന നൽകിയിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെന്ന് സുഭാഷ് ചന്ദ്ര ബോസ് അവർ അവിടെ നടന്ന ആ ഒരു സമ്മേളനത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയാണ് ഇത് നൽകിയതെന്നും ആ കുട്ടിയുടെ വീട് തൊട്ടടുത്തന്നെ ഉള്ളതെന്ന് പറയുന്നു. സുഭാഷ് ചന്ദ്ര ബോസ് അവർ നേരിട്ട് ഈ കുട്ടിയെ കാണാനായിട്ട് ആ കുട്ടിയുടെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ വീട്ടിലോട്ട് പോയതിനു ശേഷം ഈ കുട്ടിയോട് പേരൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നു, എൻ്റെ പേര് രാജാമണി എന്നാണ്, എനിക്ക് നിങ്ങൾ നടത്തിയ ആ പ്രസംഗം വളരെയധികം താല്പര്യം തോന്നി, എനിക്കും ബ്രിട്ടീഷുകാരെ കൊല്ലണം എന്നൊരു ആഗ്രഹമാണ് മനസ്സിലുള്ളത്, എനിക്ക് നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് സുഭാഷ് ചന്ദ്ര ബോസ് അവരോട് പറയുകയാണ്.
ആ സമയത്ത് ഈ കുട്ടിക്ക് ഏകദേശം ഒരു 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇത് കേട്ടതിന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് അവർ ആ കുട്ടി നൽകിയ മൊത്തം ആഭരണങ്ങളും കുട്ടിയുടെ പിതാവിന് തിരികെ നൽകുകയാണ്. ആ പിതാവിന് നൽകുന്ന കണ്ടപ്പോൾ ആ കുട്ടി ദേഷ്യപ്പെട്ടു. ഇത് എൻ്റെ പിതാവിൻ്റെ അല്ല, ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ളതാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസ് അവരോട് പറയുന്നു. ആ സമയത്ത് നേതാജി ചിരിച്ചുകൊണ്ട് ആ കുട്ടിയോട് ഒരു മറുപടി നൽകുകയാണ്. ലക്ഷ്മി ദേവി നമ്മുടെ അടുക്കൽ വരികയും പോവുകയും ചെയ്യും, പക്ഷെ സരസ്വതി ദേവി എല്ലാ സമയത്തും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഈ കുട്ടിക്ക് സരസ്വതി എന്നറിയപ്പെടുന്ന ഒരു നാമം കൂടെ സുഭാഷ് ചന്ദ്രബോസ് അവർ ചാർത്തി കൊടുക്കുന്നു. അങ്ങനെ രാജാമണി പിന്നീട് സരസ്വതി രാജാമണിയായിട്ട് മാറുന്നു. ആ കുട്ടിയുടെ ഒരു ആവേശം കണ്ടിട്ട് നേതാജി ഈ കുട്ടിയെ INA റിക്രൂട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് INA ഇവരെ കൂടാതെ വേറെയും കുറേയധികം പെൺകുട്ടികളുണ്ടായിരുന്നു. ഈ പെൺകുട്ടികൾക്ക് ഒരു ദൗത്യം നേതാജി നൽകുകയാണ്. അതായത് ഇവര് ആൺകുട്ടികളെ പോലെ വേഷം മാറിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ക്യാമ്പുള്ള സ്ഥലങ്ങളിൽ ജോലിക്കായിട്ട് പോകണമെന്നും അവിടെ ജോലിക്ക് നിന്നിട്ട് ബ്രിട്ടീഷുകാർ സംസാരിക്കുന്ന കാര്യങ്ങളും അവരുടെ നീക്കങ്ങളും നേതാജിക്ക് എത്തിച്ചു നൽകണമെന്നാണ് അവരോട് പറയുന്നത്. ഇവർ കേട്ട ബായി തന്നെ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവരെ വേഷം മാറിയിട്ട് ബ്രിട്ടീഷുകാരുടെ ക്യാമ്പിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഏകദേശം 2 വർഷക്കാലം സരസ്വതി രാജാമണി അവർകളും അവരുടെ കൂട്ടുകാരും ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ക്യാമ്പിൽ ജോലിക്കാരായിട്ട് തുടരുകയാണ്. ഈ 2 വർഷക്കാലത്ത് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല വിവരങ്ങളും ഇവർ പരസ്പരം കളക്ട് ചെയ്തത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് നേതാജിക്ക് കൈമാറുന്നുണ്ട്. ഇതനുസരിച്ചിട്ട് നേതാജിയും അതുപോലെ ജപ്പാനീസ് ആർമിയും ശക്തമായിട്ട് കുറേയധികം നീക്കങ്ങൾ നടപ്പാക്കിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഇവരുടെ കൂടെയുള്ള ഒരു കുട്ടിയെ ബ്രിട്ടീഷുകാർ തിരിച്ചറിയുന്നത്. ഓൾറെഡി നേതാജി ഇവർക്ക് എല്ലാവർക്കും ഒരു ഓർഡർ നൽകിയിട്ടുണ്ട്. അതായത് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ സ്വയം വെടിവെച്ച് മരിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നിങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമെന്ന് അവരുടെ ആദ്യം തന്നെ പറയുന്നു. ഈ പിടിക്കപ്പെട്ട കുട്ടി ഉടനടി തന്നെ സ്വയം വെടിവെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ അത് തടയുകയും അങ്ങനെ ആ കുട്ടിയെ തടവിലാക്കുകയും ചെയ്യുന്നു. ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് മാത്രമായിരുന്നു സരസ്വതി രാജാമണി അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇവർ ഇതിനായിട്ട് കുറേയധികം തന്ത്രങ്ങൾ മെനയുന്നു. പിന്നീട് ഇവർ തന്നെ ഒരു ഡാൻസറെ പോലെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ബ്രിട്ടീഷുകാരുടെ ക്യാമ്പിനകത്ത് എൻ്റർ ചെയ്യുകയും അവർക്ക് മദ്യത്തിൽ ഒരു മയക്കുമരുന്നൊക്കെ കലർത്തി നൽകിയിട്ട് അവരെല്ലാവരും മയക്കിയതിനു ശേഷം ഈ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പുറത്തെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ബാക്കിയുള്ള ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവര് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ സരസ്വതി രാജാമണി അവരുടെ കാലിൽ ആ ഒരു ബുള്ളറ്റ് ഏൽക്കുന്നു. ആ ബുള്ളറ്റ് ഏറ്റ പാതി തന്നെ ഇവർ വേദന കൊണ്ട് അവിടെ വീഴുകയാണ്. പക്ഷെ എന്നിട്ടും ഇവർ സ്വയം ആ ഒരു മതിലൊക്കെ കയറി തൊട്ടപ്പുറത്തുള്ള ഒരു വലിയൊരു മരത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തിരികെ പോകുന്നു. ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് ആ മരത്തിൽ ഇവർ ചെലവഴിക്കുന്നു. കാലിൽ മുഴുവനും ബ്ലഡ് ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ആ മരത്തിന് മുകളിൽ ചെലവഴിച്ച ശേഷം തിരികെ നേതാജിയുടെ അടുത്തോട്ട് ഇവർ രണ്ടുപേരും എത്തുകയാണ്. ഈ നടന്ന കാര്യമെല്ലാം മറ്റൊരു പെൺകുട്ടി നേതാജിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നേതാജി സരസ്വതി രാജാമണിയെ ആദ്യം തന്നെ ഒരു വലിയൊരു സല്യൂട്ട് നൽകുകയാണ്. സല്യൂട്ട് നൽകിയതിനു ശേഷം ഈ കാര്യം ജപ്പാൻ എംപററോട് സുഭാഷ് ചന്ദ്രബോസ് അവർ സൂചിപ്പിക്കുന്നു. ഇത് കേട്ടിട്ട് ജപ്പാൻ എംപറർ പോലും സരസ്വതി രാജാമണി അവർക്ക് ഒരു മെഡൽ സമ്മാനിക്കുന്നു. അങ്ങനെ 2ാം ലോകമഹായുദ്ധം സമാപിച്ചു. 2ാം ലോകമഹായുദ്ധത്ത് ജപ്പാൻ വലിയൊരു തോൽവിയേറ്റു. INAയും വലിയൊരു നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന മോഹം പിന്നീട് നമുക്ക് സഫലീകരിക്കാൻ പറ്റി. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ പല മാറ്റങ്ങളും വന്നു. അങ്ങനെ രാജാമണി അവർ ഇന്ത്യയിൽ താമസം മാറി തിരികെ വരികയാണ്. ചെന്നൈയിൽ അവർ താമസമായിക്കൊണ്ടിരുന്നു. അവരുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് അവർ കൈമാറി. അവരുടെ ആവശ്യം ചോദിച്ചു വരുന്ന പലർക്കും കയ്യിലുണ്ടായിരുന്ന എല്ലാ കാര്യവും സമ്മാനിച്ചിരുന്നു. അങ്ങനെ ഇവര് പതുക്കെ ദാരിദ്ര്യത്തിലോട്ട് തള്ളപ്പെടുകയാണ്. 2006 ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലുമില്ല. ഈ കാര്യം ഒരു മാധ്യമത്തിൽ വന്നതിന് ശേഷം അന്നത്തെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ജയലളിത അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ജയലളിത അവർ സ്വന്തമായിട്ട് ഒരു വീട് ഇവർക്ക് നൽകാനായിട്ട് ഉത്തരവിറക്കുന്നു. അങ്ങനെ ഒരു വീട് ഇവർക്ക് ലഭിക്കുന്നു. ആ വീട് സ്വീകരിക്കുമ്പോൾ പോലും ഇവർ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ആയ കാലത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കാര്യവും ഞാൻ സാധാരണ ജനങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഉപകാരം സ്വീകരിക്കേണ്ട അവസ്ഥയിൽ കഴിയുകയാണ്. ഒരുപക്ഷെ ഇതൊരു ചാരിറ്റി ആയിട്ട് പോലും പലർക്കും തോന്നിയേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും നേടാനായില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഒരിക്കലും അത് ഉണ്ടാവുകയില്ല എന്ന് അവർ പറയുന്നു. ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ത് അധികമാരും അറിയാതെ പോയിട്ടുള്ള ഒരു പങ്കുവഹിച്ച സരസ്വതി രാജാമണി അവർ 2018 ജാനുവരി 13 ചെന്നൈയിലെ അവരുടെ വീട്ടിൽ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു. ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് പലരും അറിഞ്ഞു തുടങ്ങുന്നത്.
അവർ ഇതിനു മുമ്പ് നടത്തിയ ഇന്റർവ്യൂ പോലും ഇപ്പോഴാണ് പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ഒരു വീഡിയോ എന്നെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നിയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട് സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് നൽകുക. ഇതൊരു മോട്ടിവേഷൻ സ്റ്റോറി മാത്രമല്ല, ഇതൊരു ജീവിത കഥയാണ്. നമ്മൾ പലരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ കൂടെയാണ്. ഇത് മാക്സിമം എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.